വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതി ഇപ്പോഴും മദ്യലഹരിയിൽ ആയതിനാൽ മൊഴി കൃത്യമായി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡോക്ടർമാരുടെ സംഘം രാവിലെ പരിശോധന നടത്തിയ ശേഷം ശസ്ത്രക്രിയ നടത്തുമോ എന്നതിൽ തീരുമാനമുണ്ടാകും. യാതൊരു പ്രകോപനവുമില്ലാതെ സുരേഷ് കുമാർ പെൺകുട്ടിയെ വാതിലിൽ നിന്ന് ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. എന്താണ് ട്രെയിനിൽ സംഭവിച്ചത്? ഞങ്ങൾ നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആളാണ്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളി ഇട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ് ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുമായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനം ഒന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവയെന്ന്. നാട് ആലുവയാണ്? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. നമ്മുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ ജി നാഥ് മെഡിക്കൽ കോളേജിൽ നിന്നും, ഇന്ദുലേഖ രേണു തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും, റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമുക്ക് രാഹുലിനോട് ചോദിക്കാം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ രാവിലെ തുടക്കത്തിൽ, ലൈവിൻ്റെ തുടക്കത്തിൽ ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല രാഹുൽ. കാരണം ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത് സുരക്ഷയിലാണ് ഓരോ ദിവസവും കടന്നു പോകേണ്ടത് എന്ന ചിന്ത, ആശങ്ക നമ്മളെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച്, ശസ്ത്രക്രിയ വേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില അത് മാറ്റമില്ലാതെ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10 മണിയോടുകൂടി ഡോക്ടർമാരുടെ സംഘം അവർ വിശദമായ പരിശോധന നടത്തും. അതിനുശേഷമാകും മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുക. ഏറ്റവും പ്രധാനമായി തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വെന്റിലേറ്ററിലായിരുന്നു ചികിത്സ തുടർന്നതെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ തലയിൽ രക്തം കട്ട പിടിച്ച ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർമാർ ആദ്യം പരിശോധിക്കുക. ഈ തലയിലേറ്റ മുറിവ് അത് ഭേദമാക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നിൽക്കുന്നത്. കാരണം ആ വീഴ്ചയുടെ ആഘാതം നമുക്ക് ഈ ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു തരത്തിലും അത്തരത്തിലൊരു അതിക്രമം പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു ചവിട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉന്തിയിടാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വീഴുന്നത്. തൊട്ടു പിന്നാലെ നിന്ന സുഹൃത്തിന് അത് തിരിച്ചറിയാൻ കഴിയുന്നു, ചെറുക്കാൻ കഴിയുന്നു, ഈ പുറത്തേക്ക് വീഴാതെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിലാണ് ഈ ശ്രീകുട്ടി താഴേക്ക് വീഴുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ആഘാതം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അമൽ സൂചിപ്പിച്ച ആ സ്ഥലത്തെ കൃത്യമായി നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ആ ഭാഗത്ത് കൂടി ഒരു പക്ഷേ വേഗത കുറച്ച് പോയത് കൊണ്ടാകും അപകടം ഒഴിവായത്. അതുമാത്രമല്ല, ആ വീട് കിടക്കുന്നയാളെ എതിർവശത്ത് കൂടി വന്ന മെമു ട്രെയിനിലുള്ള ആളുകൾ കണ്ടാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുമ്പോൾ അത്യന്തം ഗൗരവകരമായൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിലുണ്ടായിരുന്ന പ്രതിയെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരാണ് കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുന്നത്. കാരണം രണ്ടാമത് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അതായത് ഈ ശ്രീകുട്ടിയുടെ സുഹൃത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിലവിളിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇവർ എത്തുന്നത്. പിന്നീട് ചെയിൻ വലിച്ചുകൊണ്ട് കൊച്ചുവേളിയിൽ ട്രെയിൻ നിർത്തിയാണ് പ്രതിയെ കൈമാറുന്നത്. അത്തരത്തിൽ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും പ്രതി യാതൊരു പ്രശ്നവും ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും പരാതിയില്ല. കാരണം ഇവർ കോട്ടയത്ത് നിന്നാണ് ഈ പ്രതി സുരേഷ് കുമാറും സുഹൃത്തും കയറുന്നത്. അവർ ഈ നിലവിൽ എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സ്ഥിതി എന്നുകൂടി പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ഇന്ദുലേഖ രേണുണ്ട്. രാഹുലിലേക്ക് ഞാൻ തിരികെ വരാം. ഇന്ദുലേഖ, പോലീസ് സ്റ്റേഷനിലേക്ക് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതി ഇപ്പോഴും മദ്യലഹരിയിലാണോ? മോത്തി, പ്രതി നിലവിലുള്ളത് തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ്. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസുണ്ട്. മോത്തി പറഞ്ഞതുപോലെ തന്നെ പ്രതി ഇപ്പോഴും മദ്യലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ നൽകുന്ന മൊഴികൾ അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി കുറ്റം നിലവിൽ സമ്മതിച്ചിട്ടില്ല. പ്രതി പറയുന്ന പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ പോലീസ് നിലവിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. വീണ്ടും പോലീസ് ചോദ്യം ആവർത്തിക്കുകയാണ്. എന്തിനാണ് തള്ളിയിട്ടത്? മുൻവൈരാഗ്യമുണ്ടോ, മുൻപരിചയമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയല്ല നിലവിൽ ഇപ്പോഴും പ്രതി നൽകുന്നത്. ഈ
പ്രതി പനച്ചമൂട് വേങ്കോട് സ്വദേശിയാണ്. ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യയുമായി ദീർഘനാളായി പിണക്കത്തിലാണ്. മാത്രമല്ല പ്രതി ഒരു സ്ഥിരം മദ്യപാനിയാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കോട്ടയം ഭാഗങ്ങളിലായിട്ടാണ് പ്രതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പെയിൻറ്റിംഗ് പണി, അതുപോലെ തന്നെ മുള്ളുവേലിക്കെട്ട് തുടങ്ങിയ ജോലികളൊക്കെ ആയിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സുഹൃത്തുമായിരുന്നു രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കോട്ടയത്ത് നിന്നും ഇയാൾ ട്രെയിനിൽ കയറുന്നത്. ആലുവയിൽ നിന്നാണ് ഈ പറയുന്ന പെൺകുട്ടികൾ ട്രെയിനിൽ കയറിയിരുന്നത്. മാത്രമല്ല ഇന്നലത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ തീർച്ചയായിട്ടും ആ പ്രതിയുടെ പോലീസ് സംഭാഷണം പ്രതി പ്രതികരിക്കുന്നത് ഏത് തരത്തിൽ എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാം. ഇന്ദുലേഖ, താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? ചുമ്മാ നമ്പരാണ്. താങ്കൾ മദ്യവെച്ചത് താങ്കൾ മദ്യവെച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യവെച്ചിട്ടുണ്ടോ? എവിടെ? താങ്കൾ മദ്യവെച്ച് ആക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന താങ്കൾ ആക്രമിച്ച 2ാമത്തെ പെൺകുട്ടി. അതുകൊണ്ട് അറിയാമോ? അതൊരു ബംഗാളിയാണ്. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കളല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നു. ഞാൻ ഒരു സീറ്റ് പരിശോധിക്കുകയാണ്. നിങ്ങൾ ചവിട്ടിയിട്ടില്ലെന്നാണോ? താങ്കളൊന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്. അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. വർക്കലയിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും. അമൽ, സംഭവം നടന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഇവരെ പരിചയമുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ റെയിൽവേ പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മദ്യലഹരിയിൽ തന്നെയാണ് പ്രതി ഉള്ളത് എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി അത് എത്രത്തോളം സാധ്യമാണ് എന്നതും മനസ്സിലാവുന്നില്ല. മണിക്കൂറുകൾ ഇത്രയും കഴിഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. അതിന് ശേഷം ഇത്ര നേരമായിട്ടും മദ്യലഹരിയിലായതുകൊണ്ടാണ് അവ്യക്തത എന്നാണ് പറയുന്നത്. വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഞാനിപ്പോൾ നിൽക്കുന്നത് കടക്കാവൂരിനും വർക്കലയ്ക്കും ഇടയിലുള്ള അയന്തി എന്ന് പറയുന്ന ഒരു പാലത്തിലാണ്. ഈ പാലത്തിന് തൊട്ട് താഴെയാണ് ഈ പെൺകുട്ടിയെ ഈ പ്രതി ട്രെയിനിൽ നിന്നും ചവിട്ടി താഴേക്കിട്ടത്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഈ കൊച്ചുവേളിയിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവരുമ്പോഴും അതിനുശേഷം പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴുമെല്ലാം ഈ പ്രതിയുമായി സംസാരിക്കാൻ ശ്രമിച്ചതാണ്. പ്രതിയുടെ പ്രതികരണം തേടിയതാണ്. പ്രതിയെ തലയൊക്കെ മൂടി പുതച്ചാണ് പോലീസ് കൊണ്ടുവന്നിരുന്നത്. എന്തായാലും ആ സമയത്തെല്ലാം പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അത്രയ്ക്ക് അധികം മദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസും പറയുന്നത്. നിലവിലെന്തായാലും ഈ ആൾ തന്നെയാണ്, സുരേഷ് തന്നെയാണ് പ്രതി എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഒപ്പം കണ്ടു നിന്ന ദൃക്സാക്ഷികളും ആ കാര്യമെല്ലാം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആൾ ഈ പെൺകുട്ടിയെ ആക്രമിച്ചതല്ല. അത് ഞാൻ കണ്ടു എന്നും സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ആക്രമണം മറ്റൊരാൾ നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പരസ്പര വിരുദ്ധമായി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പോലീസ് അതിനെ മുഖവിലേക്ക് എടുക്കുന്നതേയില്ല. താനല്ല ആക്രമിച്ചതെന്ന് ആവർത്തിച്ച് ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ ഈ വാതിലിൻ്റെ അവിടെ നിന്നും കടന്നു പോകാനായി മുന്നോട്ട് പോയപ്പോൾ ഈ പെൺകുട്ടികളോട് അവിടെ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഇവർ മാറാത്തതിലുള്ള ദേഷ്യത്തെ തുടർന്ന് താൻ ആക്രമിച്ചു എന്ന് പോലീസിനോട് പ്രതി പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. ആ കാര്യത്തിന് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലൊരു മൊഴി പോലീസിന് പ്രതി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലമാണ് ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ സജീവമായിട്ടുള്ള ഏക സ്ഥലം. അതും ഈ പാലത്തിൽ ആളുകൾക്ക് നിൽക്കുക അല്ലെങ്കിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ സൈഡ് ചേർന്ന് ഈ തൊട്ട് ഈ ഗ്രില്ലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ തുടർച്ചയായി വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വഴിയാണ്. രാത്രിയായാൽ വെളിച്ചം പോലും കൃത്യമായി ഇല്ലാത്ത ഒരു സ്ഥലം. ഇവിടെ മാത്രമാണ് ആളുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലമുള്ളത്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ എത്രത്തോളം ഇതിൻ്റെ ആഴം മനസ്സിലാകുമെന്ന് അറിയില്ല. ഒരു 2 ഇലക്ട്രിക് പോസ്റ്റൊക്കെ മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉയരം വരും? അത്രത്തോളം ഉയരം ഈ റെയിൽവേ ട്രാക്കും ഈ പാലവും തമ്മിലുണ്ട്. താഴെ ഒരാൾ കിടന്നാൽ പോലും, പകൽ സമയത്ത് കിടന്നാൽ പോലും ദൂരെയൊക്കെ ആണെങ്കിൽ കാണാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രിയിൽ ഒരാളവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കാണുക അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. മെമു ട്രെയിനിൻ്റെ ലൈറ്റിൽ ലോക്കോ പൈലറ്റാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ആ ട്രെയിൻ വളരെ വേഗത കുറഞ്ഞ് കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് രാഹുൽ ഇപ്പോൾ എന്തായാലും
എന്തായാലും മെഡിക്കൽ കോളേജിൽ നിന്നും പറയുന്നത്. അത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പോലീസ് എന്തായാലും ആശ്വാസകരമാണ്. വെന്റിലേറ്റർ സംവിധാനത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. എങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ശസ്ത്രക്രിയയൊക്കെ വേണമോ എന്നത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാവുകയേ ഉള്ളൂ. എങ്കിൽ കൂടി ആശ്വാസകരമായ ആരോഗ്യനില ആണ്, തൃപ്തികരമാണ്. നമുക്ക് ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണം കൂടി കാണാം. ഒരാൾ തള്ളിയിട്ടതാണ്, ചവിട്ടി തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് ആ വേറെ മെമ്മോയിൽ പരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്റർ എല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിലാണ്. ആരൊക്കെയാണ് കൂടെ വന്നത്? കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നുമില്ല. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. വർക്കല സ്റ്റേഷനിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ലേ? ആ സമയത്ത് ബോധമില്ല. വരുമ്പോഴും ബോധമില്ലേ? ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചറി ഉണ്ട്. തലക്കാണ് തലയ്ക്കാണ്